നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൽ നിന്നും നിരന്തരം ആവർത്തിക്കുന്ന 600 ചോദ്യങ്ങളുടെ രണ്ടാം ഭാഗത്തിലേക്കാണ്. നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടിയാണ്. ഏതു രാജ്യത്തിന്റെ സഹായത്തോടെയാണ് 1959 ദുർഗാപൂർ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന ഇരുമ്പുരുക്ക് വ്യവസായം ആരംഭിച്ചത്? ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ. ഇമ്പോർട്ടന്റ് ആണ് വർഷവും അതുപോലെ ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണെന്നും പഠിക്കുക. ഇംഗ്ലണ്ടിന്റെ സഹായത്തോടു കൂടി. അപ്പോ ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് 1959 ദുർഗാപൂരിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന ഇരുമ്പുരുക്ക് വ്യവസായം ആരംഭിച്ചത്? ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ. പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത് ഏത് പുഴയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്ത്. പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത് ഏത് പുഴയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയുടെ തീരത്ത്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. 1921 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ കലാപമാണ് മലബാർ കലാപം. 1921 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ കലാപം അറിയപ്പെടുന്ന പേരാണ് മലബാർ കലാപം. പേപ്പാറ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ല. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. നീണ്ടകര ഏതു മേഖലയിലാണ് പ്രശസ്തം? മത്സ്യബന്ധനം. നീണ്ടകര ഏതു മേഖലയിലാണ് പ്രശസ്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മത്സ്യബന്ധനത്തിലാണ് പ്രശസ്തം. ലോക വയോജന ദിനം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ 1. ലോക വയോജന ദിനം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ 1. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടി. ഏതു രാജ്യത്തിന്റെ സഹായത്തോടെയാണ് 1959 ദുർഗാപൂരിൽ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന ഇരുമ്പുരുക്ക് വ്യവസായം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ. പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയുടെ. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ വയനാട് ജില്ല. 1921 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ സമരം എന്ന് ചോദിച്ചാൽ അത് മലബാർ കലാപമാണ്. പേപ്പാറ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. നീണ്ടകര ഏതു മേഖലയുമായി പ്രശസ്തമാണ് എന്ന് ചോദിച്ചാൽ അത് മത്സ്യബന്ധന മേഖലയുമായി പ്രശസ്തമായതാണ്. ലോക വയോജന ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 1. മണലെഴുത്ത് എന്ന കൃതിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത് സുഗതകുമാരിക്ക്. മണലെഴുത്ത് എന്ന കൃതിക്ക് സരസ്വതി സമ്മാനം നേടിയതാരെന്ന് ചോദിച്ചാൽ അത് സുഗതകുമാരിയാണ്. ദേവദാസിയാട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ശാസ്ത്രീയ നൃത്തരൂപം മോഹിനിയാട്ടമാണ്. ദേവദാസിയാട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ശാസ്ത്രീയ നൃത്തരൂപം മോഹിനിയാട്ടമാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രമായ പന്നിയൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ല. പഠിച്ചോളനെ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രമായ പന്നിയൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഭൂമിയുടെ ചെറുപതിപ്പ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏഷ്യയാണ്. ഭൂമിയുടെ ചെറുപതിപ്പ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏഷ്യയാണ്. ബുക്കർ സമ്മാനം നൽകുന്നത് ഏത് മേഖലയ്ക്കാണ്? സാഹിത്യ മേഖലയ്ക്ക്. ബുക്കർ സമ്മാനം നൽകുന്നത് ഏത് മേഖലയ്ക്കെന്ന് ചോദിച്ചാൽ അത് സാഹിത്യ മേഖലയ്ക്ക്. കഥകളിയുടെ ആദ്യ രൂപം അറിയപ്പെട്ടിരുന്നത് രാമനാട്ടം എന്നാണ്. കഥകളിയുടെ ആദ്യ രൂപം അറിയപ്പെട്ടിരുന്നത് രാമനാട്ടം എന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മണലെഴുത്ത് എന്ന കൃതിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത് സുഗതകുമാരിക്ക്. ദേവദാസിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന ശാസ്ത്രീയ നൃത്തരൂപം എന്ന് ചോദിച്ചാൽ അത് മോഹിനിയാട്ടമാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രമായ പന്നിയൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ല. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഭൂമിയുടെ ചെറുപതിപ്പ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏഷ്യയാണ്. ബുക്കർ സമ്മാനം നൽകുന്നത് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഥകളിയുടെ ആദ്യ രൂപം അറിയപ്പെട്ടിരുന്ന പേരാണ് രാമനാട്ടം. അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നൽകുന്ന റിട്ടാണ് കോ വാറന്റോ റിട്ട്.
അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകുന്ന റിട്ടാണ് കോ വാറന്റോ റിട്ട്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ജില്ല. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം. 1900 രണ്ടാം ഈഴോ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് കഴ്സൺ പ്രഭുവിനാണ്. 1900 രണ്ടാം ഈഴോ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴ്സൺ പ്രഭുവിനാണ്. പദവിയിലിരിക്കെ മരണമടഞ്ഞ കേരളത്തിലെ ആദ്യത്തെ ഗവർണറാണ് സിക്കന്ദർ ഭക്ത്. പദവിയിലിരിക്കെ മരണമടഞ്ഞ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ അത് സിക്കന്ദർ ഭക്ത് ആണ്. 1928 മെയ് മാസം പയ്യന്നൂരിൽ നടന്ന 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. 1928 മെയ് മാസം പയ്യന്നൂരിൽ നടന്ന 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. കേരളത്തിലെ ഏതു നഗരസഭയ്ക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗജന്യ വൈഫൈ നഗരസഭ എന്ന പദവി ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് മലപ്പുറം നഗരസഭയ്ക്കാണ്. കേരളത്തിലെ ഏതു നഗരസഭയ്ക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗജന്യ വൈഫൈ നഗരസഭ എന്ന പദവി ലഭിച്ചതെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം നഗരസഭയ്ക്കാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, അർഹതയില്ലാത്ത പദവിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകുന്ന റിട്ട് കോ വാറന്റോ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ജില്ല. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം. 1900 രണ്ടാം ഈഴോ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചെന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭുവിന്. പദവിയിലിരിക്കെ മരണമടഞ്ഞ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ സിക്കന്ദർ ഭക്ത് ആണ്. 1928 മെയ് മാസം പയ്യന്നൂരിൽ നടന്ന 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. കേരളത്തിലെ ഏത് നഗരസഭയ്ക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗജന്യ വൈഫൈ നഗരസഭ എന്ന പദവി ലഭിച്ചതെന്ന് ചോദിച്ചാൽ അത് മലപ്പുറത്തിനാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരുന്നത് എവിടെയാണ്? വേമ്പനാട് കായലിൽ. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്ന കായൽ എവിടെയാണ്? വേമ്പനാട് കായലിലാണ്. പവിഴദ്വീപുകൾക്ക് നാശം സംഭവിക്കാൻ ഇടയാകുന്ന പ്രക്രിയയാണ് അമ്ലവൽക്കരണം. പവിഴദ്വീപുകൾക്ക് നാശം സംഭവിക്കാൻ ഇടയാകുന്ന പ്രക്രിയയാണ് അമ്ലവൽക്കരണം. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 ആണ്. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 ആണ്. ആത്മകഥയ്ക്കൊരു ആമുഖം എന്നത് ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തർജനത്തിന്റെ. ആത്മകഥയ്ക്കൊരു ആമുഖം എന്ന ആത്മകഥ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ്. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ചരി ആർക്കാണ് സമർപ്പിച്ചത്? ചട്ടമ്പി സ്വാമികൾക്ക്. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ചരി ആർക്കാണ് സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികൾക്കാണ്. കേരളത്തിൽ ദേശീയ ഉദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ വേമ്പനാട് കായലില്. പവിഴദ്വീപുകൾക്ക് നാശം സംഭവിക്കാൻ ഇടയാകുന്ന പ്രക്രിയ അമ്ലവൽക്കരണം. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 ആണ്. ആത്മകഥയ്ക്ക് ഒരു ആമുഖം ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തർജനം. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ചരി ആർക്കാണ് സമർപ്പിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികൾക്ക്. കേരളത്തിൽ ദേശീയ ഉദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ല. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44 ആണ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ചുവപ്പാണ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ചുവപ്പാണ്. ശബ്ദ മലിനീകരണം അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. ശബ്ദ മലിനീകരണം അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ്. ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കാത്ത ഒരാളിന് ഏതു ലെൻസാണ് നൽകുക? അത് കോൺവെക്സ് ലെൻസ് ആണ്. ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കാത്ത ഒരാളിന് ഏതു ലെൻസാണ് നൽകുക എന്ന് ചോദിച്ചാൽ അത് കോൺവെക്സ് ലെൻസ് ആണ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി അല്ലെങ്കിൽ രാജാവ് ആരെന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. ടൈഫോയിഡ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കുടലിനെ. ടൈഫോയിഡ് രോഗം ബാധിക്കുന്ന ശരീരാവയവമാണ് കുടൽ. ശ്രീമതി എന്ന പത്രത്തിന്റെ പത്രാധിപ സ്ഥാനം വഹിച്ചിരുന്നത് അന്ന ചാണ്ടി. ശ്രീമതി എന്ന പത്രത്തിന്റെ പത്രാധിപ സ്ഥാനം വഹിച്ചിരുന്നത് അന്ന ചാണ്ടിയാണ്. നവോത്ഥാന ചരിത്രത്തിലെ മേഘചോതി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ടി കെ മാധവനാണ്. നവോത്ഥാന ചരിത്രത്തിലെ മേഘചോതി എന്നറിയപ്പെട്ടിരുന്നത്
TK മാധവനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ചുവപ്പാണ്. ശബ്ദ മലിനീകരണം അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ്. ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കാത്ത ഒരാളിന് ഏത് ലെൻസാണ് നൽകുക? കോൺവെക്സ് ലെൻസ് ആണ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. ടൈഫോയിഡ് രോഗം ബാധിക്കുന്ന ശരീരാവയവം എന്ന് ചോദിച്ചാൽ അത് കുടലാണ്. ശ്രീമതി എന്ന പത്രത്തിന്റെ പത്രാധിപ സ്ഥാനം വഹിച്ചിരുന്നത് അന്നാചാണ്ടിയാണ്. നവോത്ഥാന ചരിത്രത്തിലെ മേഘജ്യോതി എന്നറിയപ്പെട്ടിരുന്നത് TK മാധവനാണ്. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിമാണ്. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിമാണ്. പച്ചം വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? നാഗാലാൻഡ്. പച്ചം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നാഗാലാൻഡ് ആണ്. കാക്രാപാറ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിൽ. കാക്രാപാറ അറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഇന്ത്യയിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം കേരളം. ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് സൂറത്ത്. ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് സൂറത്ത്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപ്. ഇന്ത്യൻ ഭരണഘടനയിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന വകുപ്പ് 16. ഇന്ത്യൻ ഭരണഘടനയിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന വകുപ്പ് 16-ാം വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 324. ഇന്ത്യൻ ഭരണഘടനയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 324. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിമാണ്. പച്ചം വെള്ളച്ചാട്ടം എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ അത് നാഗാലാൻഡ് സംസ്ഥാനത്തിലാണ്. കാക്രാപാറ അറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് സൂറത്ത്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപ്. ഇന്ത്യൻ ഭരണഘടനയിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന വകുപ്പ് 16-ാം വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 324. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദ്യമായിട്ട് മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി എന്നറിയപ്പെടുന്നത് ഭക്രാനങ്കലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി എന്നറിയപ്പെടുന്നത് ഭക്രാനങ്കലാണ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഹർമറ്റൻ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഹർമറ്റൻ ആണ്. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 44-ാം ഭേദഗതിയാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ കമ്മിറ്റി ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ചോദിച്ചാൽ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര സംപ്രേഷണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി അയണോസ്ഫിയർ ആണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര സംപ്രേഷണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് അയണോസ്ഫിയർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി എന്നറിയപ്പെടുന്നത് ഭക്രാനങ്കലാണ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാതകം ഹർമറ്റൻ ആണ്. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതി. സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര സംരക്ഷണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി അയണോസ്ഫിയർ ആണ്. ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ മാച്ചു പിക്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ അത് പെറു ആണ്. കേരളത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പരിപാടിയാണ് അക്ഷയ. കേരളത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പരിപാടിയാണ് അക്ഷയ പരിപാടി. കേരളത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പരിപാടിയുടെ പേരാണ് അക്ഷയ പദ്ധതി. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. ഗ്രഹപദവി നഷ്ടപ്പെട്ട് കുള്ളൻ ഗ്രഹങ്ങളുടെ പദവിയിലേക്ക് മാറ്റപ്പെട്ട ഗ്രഹം ഫ്ലൂട്ടോയാണ്. ഗ്രഹപദവി നഷ്ടപ്പെട്ട് കുള്ളൻ ഗ്രഹങ്ങളുടെ പദവിയിലേക്ക് മാറ്റപ്പെട്ട ഗ്രഹം ഫ്ലൂട്ടോയാണ്. എലിപ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികൾ ബാക്ടീരിയയാണ്. എലിപ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികൾ ബാക്ടീരിയയാണ്. നായയുടെ ശാസ്ത്രീയ നാമം
നാമം കാനിസ് ഫെമിലിയാരിസ്. നായയുടെ ശാസ്ത്രീയ നാമം കാനിസ് ഫെമിലിയാരിസ്. ലക്നൗ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗോമതി നദീതീരം. ലക്നൗ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗോമതി നദീതീരം. തിരുക്കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദൻ നായരാണ്. തിരുക്കൊച്ചിയുടെ അവസാനത്തെ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദൻ നായരാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ മാച്ചു പിക്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം പെറു ആണ്. കേരളത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പരിപാടിയുടെ പേര് അക്ഷയ പദ്ധതി. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. ഗ്രഹപദവി നഷ്ടപ്പെട്ട് കുള്ളൻ ഗ്രഹങ്ങളുടെ പദവിയിലേക്ക് മാറ്റപ്പെട്ട ഗ്രഹം ഫ്ലൂട്ടോയാണ്. എലിപ്പനിക്ക് കാരണമാവുന്ന സൂക്ഷ്മജീവി ബാക്ടീരിയ. നായയുടെ ശാസ്ത്രീയ നാമം കാനിസ് ഫെമിലിയാരിസ്. ലക്നൗ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗോമതി. തിരുക്കൊച്ചിയുടെ അവസാനത്തെ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദൻ. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൽ കൂടി ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ല. ഏത് പ്രസിദ്ധീകരണത്തിന്റെ മാതൃകയിലാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ കേരള പത്രിക ആരംഭിച്ചത്? അമൃത് ബസാർ പത്രികയുടെ മാതൃകയിലെ. ഏതു പ്രസിദ്ധീകരണത്തിന്റെ മാതൃകയിലാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രിക ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് അമൃത് ബസാർ പത്രികയുടെ മാതൃകയില്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കി ജില്ല. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന പുഴ അഞ്ചരക്കണ്ടിപ്പുഴ. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന പുഴ അഞ്ചരക്കണ്ടിപ്പുഴ. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് പാതിരാമണൽ. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ല. പോർച്ചുഗീസുകാരുടെ അധീനതയിൽ നിന്നും ഗോവ മോചിതമായ വർഷം 1961. പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവ മോചിതമായ വർഷം അല്ലെങ്കിൽ മോചിപ്പിച്ച വർഷം 1961. ലോക സമുദ്ര ദിനം ജൂൺ 8. ലോക സമുദ്ര ദിനം ജൂൺ 8. ഒന്നുകൂടി പറയാം, ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. ഏത് പ്രസിദ്ധീകരണത്തിന്റെ മാതൃകയിലാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രിക ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അമൃത് ബസാർ പത്രികയുടെ മാതൃകയിലെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കി ജില്ല. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന പുഴ അഞ്ചരക്കണ്ടിപ്പുഴ. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണല്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ല. പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവ മോചിതമായ വർഷം 1961. ലോക സമുദ്ര ദിനം ജൂൺ 8. ഏതൊക്കെ മൗലിക അവകാശങ്ങളാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്തത്? ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21. ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ മൗലിക അവകാശങ്ങളാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. മനുഷ്യരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ബലം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയർ ബലമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ബലം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയർ ബലമാണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ബാരോമീറ്റർ എന്തളക്കാൻ ഉപയോഗിക്കുന്നു? അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു. ബാരോമീറ്റർ എന്തളക്കാൻ ഉപയോഗിക്കുന്നു സുഹൃത്തുക്കളെ? അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് നദി ദാമോദർ നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദി. കേരള കായിക ദിനം ഒക്ടോബർ 13. കേരള കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, പഠിക്കുക. ഏതൊക്കെ മൗലിക അവകാശങ്ങളാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. ലോകത്തിൽ ഏറ്റവും ശക്തിയേറിയ ബലം ന്യൂക്ലിയർ ബലമാണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ബാരോമീറ്റർ എന്തളക്കാൻ ഉപയോഗിക്കുന്നു ചോദിച്ചാൽ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. കേരള കായിക ദിനം ഒക്ടോബർ 13. കേരളത്തിൽ സേവന അവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1. കേരളത്തിലെ സേവന അവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1. ബോർലോഗ് അവാർഡ് നൽകപ്പെടുന്ന മേഖല കാർഷിക മേഖല. ബോർലോഗ് അവാർഡ് നൽകപ്പെടുന്ന മേഖല കാർഷിക മേഖല. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ജലത്തിന് ഏറ്റവും സാന്ദ്രത കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണെന്ന് ചോദിച്ചാൽ അത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണെന്ന് ചോദിച്ചാൽ അത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. പച്ച നീല പ്രകാശങ്ങൾ ചേർന്നാൽ കിട്ടുന്ന വർണ്ണം സിയാൻ ആണ്.
പച്ച നീല പ്രകാശങ്ങൾ ചേർന്നാൽ കിട്ടുന്ന വർണ്ണം സിയാനാണ്. പാലിലടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിനാണ്. പാലിലടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിനാണ്. സോപ്പ് കുമിളയിലെ വർണ്ണങ്ങൾക്ക് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഇന്റർഫെറൻസ് ആണ്. സോപ്പ് കുമിളയിലെ വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്റർഫെറൻസ് ആണ്. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന ജീവകം എ ആണ്. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന ജീവകം എ ആണ്. കേരളത്തിലെ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1. ബോർലോഗ് അവാർഡ് നൽകപ്പെടുന്ന മേഖല കാർഷിക മേഖല. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ജലത്തിൽ ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണെന്ന് ചോദിച്ചാൽ 4 ഡിഗ്രി സെൽഷ്യസിൽ. പച്ച നീല പ്രകാശങ്ങൾ ചേർന്നാൽ കിട്ടുന്ന വർണ്ണകം സിയാനാണ്. പാലിലടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിനാണ്. സോപ്പ് കുമിളയിലെ വർണ്ണങ്ങൾക്ക് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്റർഫെറൻസ് ആണ്. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന ജീവകം എ ആണ്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഈഡിസ് ഈജിപ്തി ആണ്. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഭൂമിയുടെ പലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന വൈസ്രോയി കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന പ്രഭു ആയിരുന്നു ചോദിച്ചാൽ അത്, അല്ലെങ്കിൽ വൈസ്രോയി ആയിരുന്നു ചോദിച്ചാൽ അത് കോൺവാലിസ് പ്രഭു ആണ്. രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന് ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീര ദേശാഭിമാനി ബാലഗംഗാധര തിലക്. രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീര ദേശാഭിമാനി ബാലഗംഗാധര തിലകൻ. ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954. ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954. അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. ഒന്നുകൂടി പറയാം. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഈഡിസ് ഈജിപ്തിയാണ്. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടത്തിയ വൈസ്രോയി ആയിരുന്നു ചോദിച്ചാൽ അത് കോൺവാലിസ് ആണ്. രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീര ദേശാഭിമാനി ബാലഗംഗാധര തിലകൻ. ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954. അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണുകൾ അറിയപ്പെടുന്ന പേരാണ് ഖാദർ. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണുകൾ അറിയപ്പെടുന്ന പേരാണ് ഖാദർ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണുകൾ അറിയപ്പെടുന്ന പേരാണ് ഖാദർ. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണുകൾ അറിയപ്പെടുന്ന പേരാണ് ഖാദർ. ഇത്രയുമായിരുന്നു നമ്മുടെ PSC ബുള്ളറ്റിൽ നിന്ന് നിരന്തരം ആവർത്തിക്കുന്ന ചോദ്യങ്ങളുടെ 2ാം ഭാഗം. 3ാം ഭാഗത്തിനായി സുഹൃത്തുക്കൾ കാത്തിരിക്കുക. ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിൽ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.